പറയാനില്ല. നല്ല മൂവി, ഒന്നും പറയാനില്ല. ഒരുപാട് ഭയങ്കര ഫീലുള്ള പടമാണ്. നമുക്ക് നമ്മളെ വിഷമങ്ങളൊക്കെ കേട്ടി വരും. കൊള്ളായിരുന്നു. ആട് കൊള്ളായിരുന്നു. സൂപ്പറാണ്. അവരുടെ ആ ഫീലിങ്സ് ഒക്കെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പെട്ടുപോകുമ്പോഴുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം ടച്ച് ചെയ്യും. സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്. സീൻസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഉള്ളിൽ തട്ടും. നല്ലായിരുന്നു കേട്ടോ, വളരെ ഇഷ്ടപ്പെട്ടു. കേട്ടിട്ടുണ്ട്, ടി വി കണ്ടതിന് ശേഷം ഇത് കാണുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എത്രയോ വർഷത്തിന് ശേഷം സിനിമ കാണുകയാണ്. വളരെ ഇഷ്ടപ്പെട്ടു. അഭിനയെല്ലാവരും വളരെ നല്ലത്, വളരെ അതിശയപ്പെട്ടൊരു അഭിനയം തന്നെ, പറയാതിരിക്കാൻ പറ്റും. അടിപൊളി അടിപൊളി നല്ല സിനിമ. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് അടിപൊളി. പിന്നെ ഡെസേർട്ട് കാണിച്ച സിനിമാറ്റോഗ്രാഫിയൊക്കെ അടിപൊളി. നല്ല പടമായിരുന്നു. നല്ല പടം, നല്ല അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. വളരെ ഞാനിപ്പോൾ അവിടെ പറഞ്ഞതേ ഉള്ളൂ, വളരെ റിയൽ സ്റ്റോറി ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അധികം ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഒരേ ഒരു സീൻ, അതായത് അദ്ദേഹം രക്ഷിച്ചുകൊണ്ട് റൂമിൽ വന്നതിന് ശേഷം ആ ഹെയർ കട്ടിങ്ങിന് ശേഷം അദ്ദേഹത്തിന് ആ ഒരു ബോഡിയിൽ കുറച്ചൊരു മാറ്റം കണ്ടിരുന്നു. അപ്പോൾ അത് ആ പഴയ ഇതിൽ വെച്ച് തന്നെ അത് എടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം, ഒരു ചെറിയ അഭിപ്രായം ബ്ലസ്സി സാറിനോട് എനിക്കുണ്ട്. വേറൊന്നുമില്ല, വളരെ റിയൽ ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര അധികം ആയിട്ട് ഒരുപാട് എന്താ പറയുക, ശരിക്കും അതിരുന്ന് കണ്ട് ആസ്വദിച്ച് ആ ഒരു ലൈഫിലേക്ക് നമ്മൾ പോയി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനൊരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുന്നതിന് അദ്ദേഹത്തിനെ കാണണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അത് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പുസ്തകം വായിക്കാതെയാണ് സിനിമ കാണാൻ വന്നത്. പക്ഷേ ഇനിയെങ്കിലും ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. വളരെയധികം റിയൽ ഫീലിംഗ് ആയിരുന്നു. ഓക്കെ, കൊള്ളായിരുന്നു. അല്ല, നല്ല മൂവിയാണ്. സങ്കടം തോന്നി കണ്ടപ്പോൾ. നല്ല മൂവിയാണ്, പ്രത്യേകിച്ചൊന്നും പറയില്ല. നല്ല ഫിലിമാണ്, നല്ല പടമായിരുന്നു. പെട്ടെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇമോഷണലി അങ്ങ് ആവും. കാരണം ഇപ്പം റിയൽ നജീബിക്കെ നമുക്ക് കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു അഭിനയം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതൊന്നാണ്. നമ്മൾ പല പ്രാവശ്യം തിയേറ്ററുകളിൽ കണ്ടു കഴിഞ്ഞതാണ്. നോവലിനോട് നീതി പുലർത്തിയെന്ന് ചോദിച്ചാൽ നോവലിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് മുഴുവൻ നമ്മുടെ അഭ്രപാളികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എങ്കിൽ തന്നെയും 2 മണിക്കൂർ 53 മിനിറ്റ് കൊണ്ട് ബ്ലസ്സി എന്ന സംവിധായകൻ തൻ്റെ കഴിവ് പൂർണ്ണമായും പുറത്തെടുത്തുകൊണ്ടത് മികച്ച രീതിയിൽ മലയാളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ അഭിനയം എന്നതുപോലെ തന്നെയാണ് ചിത്രത്തിൻ്റെ നട്ടെല്ലെന്ന് പറയാവുന്നതാണ് അതിൻ്റെ BGM എന്ന് പറയുന്നത്. അത് AR റഹ്മാൻ മലയാളത്തിൽ ഇത്രയും വേഴ്സറ്റലായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ നമുക്ക് അദ്ദേഹത്തിന് അഭിനന്ദിക്കാം. പൃഥ്വിരാജിൻ്റെ അഭിനയം സൂപ്പറായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടി അഭിനയിച്ചൊരു സിനിമ നന്നായിട്ടുണ്ട്. നന്നായിരുന്നു, അടിപൊളി, കൊള്ളായിരുന്നു. പൃഥ്വിരാജിൻ്റെ അഭിനയമൊക്കെ അടിപൊളിയാണ്, സൂപ്പർ, അടിപൊളി പടം. കൂടുതൽ പറയുമ്പോൾ ടൈമില്ല, കുട്ടി വിട്ടു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അല്ലോടോ, ബ്ലസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല പടം.